റോമാക്കാർക്ക് പൗലോസ് ലീഗ എഴുതിയ ലേഖനത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൻ്റെ വാക്യങ്ങളിൽ നിന്ന് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈ ആശയം നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതണമെന്ന് ഞാൻ ഉള്ളു തുറന്ന് ആഗ്രഹിക്കുന്നു. പ്രിയരെ, 15-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളും ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ വാക്യങ്ങളും 6-ാം അധ്യായത്തിലെ വാക്യങ്ങളുമാണ് നാം വായിച്ചത്. പിന്നെയും ആ വാക്യങ്ങൾ ഇവിടെ വായിപ്പിക്കാം. 2-ാമത്തെ വാക്യം പോലെ 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട്. 1-ാം വാക്യം കൂടെ ഒന്ന് വായിച്ച് തുടങ്ങിയാലേ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകുകയുള്ളൂ. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും. ശക്തരായ നാം എന്ന് പറയുന്നത് ഓർക്കുക, ദൈവം നമ്മെ ശക്തീകരിച്ചത് കൊണ്ടാണ് നമ്മൾ ശക്തരായത്. ഒന്ന് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഒന്ന് ചേർന്ന് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ ശക്തരായത് എന്നറിയാവുന്നവർ പറഞ്ഞു, എങ്ങനെയാ ഞാൻ ശക്തരായത്? ഞാൻ ശക്തരായതല്ല, പിന്നെ എന്നെ ഒരാള്, ഉറക്കെ പറ, എന്നെ ഒരാൾ ശക്തരാക്കിയതാണ്. ആരാണ് എന്നെ ശക്തനാക്കിയത്? ഒന്ന് ചേർന്ന് പറഞ്ഞു, ആരാ? യേശുവാണ് എന്നെ ശക്തരാക്കി. യേശു എന്നെ ശക്തരാക്കിയത് കൊണ്ടാണ് ഞാൻ ശക്തരായ. അപ്പൊ എന്റെ ശക്തിയിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. എന്റെ ശക്തി ദൈവത്തിന്റെ ദാനമാണ്. അതാ ഈ വാക്യത്തിൽ കാണുന്ന ശക്തരായ നാം. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും ചെയ്യുക വേണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ആദ്യത്തേത് ഭയങ്കര എളുപ്പമാണ്. മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമന്നിട്ട് വിളംബരം നടത്തിക്കൊണ്ട് നടക്കുന്നത് വളരെ എളുപ്പമാണ്. ഞാൻ ഇന്നവരുടെ ഭാരം ചുമന്നു, ഞാൻ ഭാരം ചുമന്നവരുടെ ലിസ്റ്റാണിത്. കഴിഞ്ഞ വർഷം ഇത്രയും പേരുടെ ഭാരം ചുമക്കുവാൻ തക്കവണ്ണം ഇടയായി. നല്ല നല്ല വാക്കുകളാണ് അല്ലേ? തക്കവണ്ണം, ഈ പകൽക്കാലം തക്കവണ്ണം ഇടയായി തീർന്നു. ഇത്രയും പേരുടെ ഭാരങ്ങളെ ചുമക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. ഓക്കെ, ഇതെല്ലാം അതിൻ്റെ വാക്കുകളാണ്. പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുവെങ്കിലും, പലതരത്തിൽ അതിനെ പറയുന്നുവെങ്കിലും, ഇതെല്ലാം അതിൻ്റെ വാക്കുകളാണ്. ഭാരം ചുമക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, 10 പേരെ അറിയണം, ഞാൻ ഒത്തിരി പേരുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു വലിയ ചുമട് താങ്ങിയാണ്. അതാണ് ആത്യന്തികമായ ഉദ്ദേശം. പക്ഷെ ഇവിടെ ഈ വാക്യത്തെ നോക്കുക, കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്, തമ്മിൽ ഭാരങ്ങളെ ചുമന്നാ പോരാ, ഭാരങ്ങളെ ചുമക്കുമ്പോൾ തന്നെ നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. അതോടൊന്ന് വായിച്ചു മോനെ. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. Not to please in ourselves. നമ്മളിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമുക്ക് തന്നെ പ്രസാദം തോന്നും നമ്മളിൽ, ഓ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, ഞാൻ ഏതാണ്ടൊക്കെ ആയല്ലോ എന്ന് തോന്നും. അതുകൊണ്ട് വചനം പറയുന്നത് നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ഇത് തന്നെയാ റോമാക്കാർക്ക് എഴുതിയത്, തന്നെയാ ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയത്. ഞാൻ 6-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ ഒന്ന് തുറക്കാം നിങ്ങൾക്ക് വേണ്ടി. 6-ാം അധ്യായത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാലോ. ഇങ്ങോട്ട് നോക്കി 6-ാം അധ്യായത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാലോ സഹോദരന്മാരെ. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. ഇവിടെ മനുഷ്യൻ തെറ്റിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ എങ്ങനെ തിരിച്ചെടുക്കണം എന്നാ പറയുന്ന പ്രബോധനം. അകപ്പെട്ടു പോയവനെ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. താൻ അല്പനായിരിക്കെ ഒരുവൻ മഹാൻ എന്ന് നിരൂപിച്ചാൽ തന്നെ താൻ വഞ്ചിക്കപ്പെടുന്നു. ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കട്ടെ, ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. 3-ാം വാക്യം 4-ാമത്തെ വാക്യം കൂടെ വായിച്ചു. താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന്. ഒരുവൻ അല്പനാണ്, പക്ഷെ അവൻ നിരൂപിക്കുകയാണ് ഞാൻ മഹാനെന്ന്. അങ്ങനെ നിരൂപിക്കുന്നവൻ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിക്കുന്നവൻ തന്നെത്താൻ വഞ്ചിക്കുന്നു. വേറെ ആരെയും അല്ല വഞ്ചിക്കുന്നത്, അവൻ അവനെ തന്നെയാണ് വഞ്ചിക്കുന്നത്. അല്പനായിരിക്കെ കൃപ വന്നിട്ട് എന്നേലും ചെയ്തിട്ട് ഞാൻ എന്താണ്ടൊക്കെ ആണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വഞ്ചിക്കുന്നതെന്ന് വചനം നമ്മോട് പ്രബോധിപ്പിക്കുന്നു. 4-ാമത്തെ വാക്യം നോക്കിയേ. ഓരോരുത്തൻ താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. ഈ വാക്യത്തിനൊന്ന് അടിവരയിടാമോ? ഓരോരുത്തൻ താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം ഞാൻ തുറക്കാം. അടുത്ത വാക്യം കൂടെ വായിച്ചിട്ട്, ഓരോരുത്തൻ താന്താന്റെ പ്രവൃത്തി ശോധന. എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. തന്റെ പ്രശംസ മറ്റൊരുവനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കണമെങ്കിൽ തന്റെ പ്രവൃത്തിയെ ശോധന ചെയ്താൽ മതിയെന്ന് വചനം പറയുകയാണ്. ഇങ്ങോട്ട് നോക്കി. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ്. നല്ലതായിട്ടൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുകയാണ്,
പൗലോസ് സ്ലീഹ പ്രബോധനം തരികയാണ്. താൻ അല്പനായിരിക്കും ഒരുവൻ മഹാൻ. ഇനി 4-ാമത്തെ വാക്യം, ഓരോരുത്തൻ താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്താൽ തന്റെ പ്രശംസ മറ്റൊരുവനെ കാണിക്കാതെ ഒതുക്കി വെക്കാം. അപ്പൊ തന്റെ പ്രശംസ മറ്റൊരുവനെ കാണിക്കാതെ ഒതുക്കി വെക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രവൃത്തി ശോധന ചെയ്താൽ മതി. താന്താന്റെ പ്രവൃത്തി സ്വയം, അതാ പ്രവൃത്തിയല്ല, താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്താൽ. 2 പ്രവൃത്തിയുണ്ട്. അതാ ഇവിടെ അപ്പോസ്തലൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നത്. 2 പ്രവൃത്തിയുണ്ട്. ഒന്ന്, കർത്താവ് നമ്മളിൽ വന്നിട്ട് നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തി. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. He who start good works in you. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. അതാരാ? ഒന്ന് പറഞ്ഞേ. അശക്തരായ നിങ്ങളെ ശക്തരാക്കി നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ആരാ? അറിയാവുന്നവരെന്ന് കരം ഉയർത്തി പറഞ്ഞേ, യേശു. ഹല്ലേലൂയ. യേശുവാ നിങ്ങളുടെ നല്ല പ്രവൃത്തി ആരംഭിച്ചേ. അപ്പൊ അത് നിങ്ങളുടെ പ്രവൃത്തിയല്ല, പിന്നെ ആരുടെ പ്രവൃത്തി? അത് നിങ്ങളിലുള്ള യേശുവിന്റെ പ്രവൃത്തിയാ. ഒന്ന് പറഞ്ഞു, എന്നിലുള്ള യേശുവിന്റെ പ്രവൃത്തി. എന്റെ പ്രവൃത്തിയല്ല, പിന്നെ എന്നിലുള്ള യേശുവിന്റെ പ്രവൃത്തിയാ. ഇവിടെ പറയാണ്, പ്രവൃത്തിയുടെ പ്രശംസ മറ്റൊരുവനെ കാണിക്കാതെ ഒതുക്കി വെക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. 4-ാം വാക്യം അല്ലേ? ഓരോരുത്തൻ താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. താന്താന്റെ പ്രവൃത്തി എത്രയുണ്ടെന്ന് ഒന്ന് ശോധന ചെയ്യാം. ഒന്ന് നോക്കിയാൽ മതി. 2 കാര്യം നോക്കണം. ഒന്ന്, എന്റെ പ്രവൃത്തി എത്രയുണ്ട്, കർത്താവിന്റെ പ്രവൃത്തി എത്രയുണ്ട്. സിമ്പിൾ അല്ലേ? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? തലയിലൊന്ന് കുലുക്ക്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഹല്ലേലൂയ. ഒറ്റ കാര്യം ശോധന ചെയ്താൽ മതി, അല്പനായിരിക്കുന്നവന് മഹാൻ എന്ന് തോന്നത്തില്ല. ഇതിൽ എന്റെ പ്രവൃത്തി എത്രയുണ്ട്, ഇതിനകത്ത് കർത്താവിന്റെ പ്രവൃത്തി എത്രയുണ്ട്. ഒന്നുകൂടെ വേണമെങ്കിൽ ആ വാക്യം വായിച്ചു. ഓരോരുത്തൻ താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. അവനവന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്നാൽ അവൻ തന്റെ പ്രശംസ, ഈ ശോധന ചെയ്യാന്ന് പറഞ്ഞ എന്നാ? വിലയിരുത്തട്ടെ. എന്റെ എത്രയുണ്ട്, ദൈവത്തിൻ്റെത് എത്രയുണ്ടെന്ന് വിലയിരുത്തട്ടെ. വിലയിരുത്തിയാൽ അവൻ തന്റെ പ്രശംസ. വിലയിരുത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്റേതൊന്നുമില്ല. എന്നേലും ഉണ്ടെങ്കിൽ അത് എന്നിൽ വന്ന ദൈവത്തിന്റെ കൃപയാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ ഒന്നുകൂടി ആ വാക്യം വേണമെങ്കിൽ തുറക്കാം നിങ്ങൾക്ക് വേണ്ടി. ദയവായി ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഓരോരുത്തൻ താൻ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. ശോധന ചെയ്താൽ പ്രശംസ മറ്റൊരുവനെ കാണിക്കാൻ തോന്നുകയല്ല. അതാ വായിച്ചു, ഒന്നുകൂടെ വായിച്ചു മോനെ. ഓരോരുത്തൻ താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ ശോധന ചെയ്താൽ തന്റെ പ്രശംസ മറ്റൊരുവനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. അപ്പൊ പ്രവൃത്തി ശോധന ചെയ്യാത്തവരാണ് തന്നിൽ തന്നെ അടക്കി പ്രശംസ വെക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസിച്ച് നടക്കുന്നേ. ഞാൻ ചെന്നു, ഞാൻ നിന്നു, ഞാൻ നോക്കി, ഞാൻ കൈവീശി, ഞാൻ സഹായിച്ചു, ഞാൻ സഹാനുകമ്പയുമായിട്ട് ചെന്നു, 1 കിലോ പഞ്ചസാര ഞാൻ മേടിച്ചു കൊടുത്തു, എണ്ണ ഞാൻ മേടിച്ചു കൊടുത്തു, 1/2 കിലോ മീനാ ഞാൻ അവർക്ക് മേടിച്ചു കൊടുത്തത്. ഉപയോഗിച്ച് തീർന്ന ഏതൊക്കെയോ സാധനം വീട്ടിൽ കിടപ്പുണ്ട്, അത് വാരി കൊടുത്തിട്ട് ഈ വർത്താനം എല്ലാം പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ അവർക്കിത് ഈ പ്രശംസ ഒതുക്കി വെക്കണമെങ്കിൽ, ഈ പ്രശംസ തന്നിൽ തന്നെ ഒതുക്കി വെക്കണമെങ്കിൽ ഇതിനെ 2ആയിട്ട് ഡിഫൈൻ ചെയ്യണം, 2ആയിട്ട് തരംതിരിക്കണം. ഇതിനകത്ത് എത്ര എൻ്റേതുണ്ട്, ഇതിനകത്ത് എത്ര കർത്താവിൻ്റെതുണ്ട്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. ഹല്ലേലൂയ. 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 എൻ്റെ എത്രയുണ്ട്, കർത്താവിൻ്റെ എത്രയുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയൊന്ന് ഇതിനെ 2നെയും കൂടെ ഡിവൈഡ് ചെയ്താൽ വചനം പറയാണ്, തൻ്റെ പ്രശംസ മറ്റൊരുവനെ കാണിക്കാത്ത തന്നിൽ തന്നെ അടക്കി വെക്കും എന്ന് പറഞ്ഞാൽ മിണ്ടാനൊന്നുമില്ല, കാണിക്കാനൊന്നുമില്ല. കാരണം ശോധന ചെയ്യുന്നതിന് മുമ്പ് വരെ എന്തൊക്കെയോ കാണിക്കാനുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടോ? എന്നാ പറ. നമ്മൾ ശോധന ചെയ്യുന്നതിന് മുമ്പ് വരെ നമ്മളുടെ പ്രശംസ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാനായിട്ടുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പ്രവൃത്തിയും ആണോ കർത്താവിൻ്റെ പ്രവൃത്തിയാണോ അത് എന്ന് ഞാൻ ശോധന ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ പ്രശംസ മറ്റാരെയും കാണിക്കാതെ അടക്കി വെക്കാൻ പറ്റും. എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെതായിട്ട് ഒന്നുമില്ല, എല്ലാവും വന്നിട്ട് എന്നിൽ തുടങ്ങിയതാ. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യേശു വന്നപ്പോൾ ഞാൻ ചെയ്തു പോയത്. യേശു എന്നിലൂടെ ചെയ്തതാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. യേശു എന്നിലൂടെ ചെയ്തതാണ്. എന്റെ സഹോദരങ്ങളെ, ഇവിടെയാണ് യഥാർത്ഥ ക്രൈസ്തവ ധർമ്മം, ക്രിസ്ത്യൻ എത്തിക്സ് നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതപ്പെടേണ്ടത്. എന്നേലും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഉൾവലിയണം. ഞാനല്ല, എൻ്റെ പ്രവൃത്തി ഞാൻ ശോധന ചെയ്യുമ്പം എനിക്കത് ചെയ്യാൻ പറ്റില്ല.
നിങ്ങൾക്ക് വിരോധമുള്ളവനോട് നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ ഏതാണ്ടോ ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങൾ ചെയ്തതല്ല, നിങ്ങൾ ഇരിക്കുന്ന ക്രിസ്തുവാ ചെയ്തത്. ശത്രുക്കളെ സ്നേഹിച്ചിട്ട് ഞാൻ ഭയങ്കര സഹാനുഭൂതിയുള്ള വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തോന്നിയെങ്കിൽ അയ്യോ, നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. എന്നോട് പിണക്കമുള്ളവരുടെ വീട്ടിൽ ഞാൻ പോയി. ഞാൻ ഭയങ്കര സ്നേഹവാനായതുകൊണ്ടാണ്, ദയാലു ആയതുകൊണ്ടാണ്. അയ്യോ, അല്ലല്ലല്ല, നിങ്ങളിൽ വന്നവൻ ദയാലു ആയതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ പറ്റിയത്. ഓ, എത്ര പേര് പറയും ഹല്ലേലൂയ. അപ്പൊ ആരെങ്കിലും, അപ്പൊ ഇനി ഇവിടെ ഒന്നുകൂടി ഞാൻ ചോദ്യം ചോദിക്കാം. ആരെങ്കിലും പ്രശംസ മറ്റൊരുവനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ? അവർ സ്വയം ശോധന ചെയ്തവർ. അവർ ശോധന ചെയ്ത് തിരിച്ചറിഞ്ഞു, എടാ എനിക്ക് ഒന്നും കാണിക്കാനില്ല, എനിക്കില്ലെന്നല്ല, എനിക്കുണ്ട്, പക്ഷെ എന്റേതായിട്ട് എനിക്ക് കാണിക്കാനൊന്നുമില്ല. ഓ, എത്ര പേര് ദൈവത്തെ സ്തുതിക്കും. യേശുവിലൂടെ അല്ലാതെ ഇനി ഒന്നുമില്ല. ഹല്ലേലൂയ. എന്റേതായിട്ട് ഒന്ന് പറഞ്ഞേ. എന്റേതായിട്ട് എനിക്കൊന്നുമില്ല. എന്റേതായിട്ട് എനിക്ക് കാണിക്കാനൊന്നുമില്ല. അത് പ്രവൃത്തി ശോധന ചെയ്യുന്നിടം വരെ ഇത് മനസ്സിലാകത്തില്ല. പ്രവൃത്തി ശോധന ചെയ്യുന്നിടം വരെ എങ്ങനെയാണെന്നറിയോ? എൻ്റെ ആന്ന് പറഞ്ഞ് കൊണ്ടുപോകും. പക്ഷെ പ്രവൃത്തിയെ നമ്മൾ വിലയിരുത്തുമ്പോഴാണ് ഇതിപ്പോൾ എന്നിൽ ആരംഭിച്ചത് ഈ ഇടയ്ക്കാ. കഴിഞ്ഞ പ്രാവശ്യം ധ്യാനത്തിന് പോയ പിന്നെ ഇത് തുടങ്ങിയത്. ഇന്ന് എന്തെങ്കിലും നടക്കുന്നെങ്കിൽ എനിക്കറിയാം ഇതൊന്നും എൻ്റേതല്ല. കാരണം ഞാനിത് വിശ്വസിച്ചിരുന്നില്ല. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച സൗഖ്യമാകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എങ്കിലല്ലേ ഇത് എൻ്റേതാകത്തുള്ളൂ. എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബ്രദർ പ്രാർത്ഥിച്ച് ഞാൻ സൗഖ്യമായി. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ കള്ളം പറയാന്ന്. ഹലോ, ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ വെറുതെ എന്നെ പറ്റിക്കരുത്. പിന്നെ അയാൾ പറഞ്ഞു, ഇല്ല ബ്രദറെ, നിങ്ങൾ പ്രാർത്ഥിച്ച് ഞാൻ സൗഖ്യമായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ കള്ളം പറയുക, ഞാനത് വിശ്വസിക്കുന്നില്ല, പിന്നെ എങ്ങനെയാ സൗഖ്യമാകുന്നത്? പക്ഷെ ഇന്ന് എനിക്കറിയാം, അന്ന് എന്നേലും നടന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് എന്നേലും നടക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, അത് എന്നിൽ വന്ന ദൈവ കൃപയൊന്ന് മാത്രമാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഇതൊരു വലിയ ക്രൈസ്തവ ധർമ്മമായ ഒരു ധാർമ്മികതയായി നിങ്ങളുടെ ഉള്ളത്തിൽ വീഴട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ഭാരം ചുമക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഭാരം ചുമന്നിട്ട് നമ്മിൽ തന്നെ പ്രശംസിക്കാതിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ മഹത്വം എടുക്കാതിരിക്കുന്നത്. ഓ, ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ യേശുവിന് ആരാധന കൊടുത്തേ. ഞാൻ ഈ വാക്യം ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വായിക്കാം. താൻ അല്പനായിരിക്കെ, 4-ാമത്തെ വാക്യം. ഓരോരുത്തൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. ഒരുത്തൻ തന്റെ പ്രശംസ അടക്കി വെക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അവൻ അവന്റെ പ്രവൃത്തി ശോധന ചെയ്യുന്നു. ഒരുത്തൻ തന്റെ പ്രവൃത്തി ഉയർത്തി കാട്ടുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ശോധന ചെയ്തിട്ടില്ല. ശോധന ചെയ്തവൻ ആർക്കും അത് ഉയർത്തിക്കാട്ടാൻ പറ്റത്തില്ല. കാരണം ഉയർത്തിക്കാട്ടാൻ ഒന്നുമില്ല. എന്നാലും ഒന്നല്ല ഉയർത്തിക്കാട്ടാൻ പറ്റുള്ളൂ. ഉയർത്തിക്കാട്ടാൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ തന്നിൽ തന്നെ അടക്കി വെക്കുമല്ലോ. ആ വാക്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ വാക്യം വേണമെങ്കിൽ 4-ാമത്തെ വാക്യം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. ഓരോരുത്തൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ ശോധന ചെയ്താൽ തന്റെ പ്രശംസ എന്ന് ഉദ്ദേശിക്കുന്ന അർത്ഥം മനസ്സിലായല്ലോ. തൻ്റെ അതിലുള്ള പുകഴ്ച, അത് ചെയ്തതിൽ തനിക്കുള്ള ക്രെഡിറ്റ്, അത് ചെയ്തതിൽ തനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ആ സ്വയം, അത് മറ്റൊരുവനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കുമല്ലോ. ആ വാക്കൊന്ന് കേട്ടെ. തന്നിൽ തന്നെ ഓരോരുത്തൻ തന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്നാൽ തന്റെ പ്രശംസ മറ്റൊരുവനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. തന്നിൽ തന്നെ അടക്കി വെക്കും. ആരേലും പ്രശംസ തന്നിൽ തന്നെ അടക്കി വെക്കുന്നെങ്കിൽ ഞാൻ ആ വ്യക്തിയെ നോക്കി പറയും, വേറെ ഒന്നും കൊണ്ടുമല്ല, പിന്നെയോ പ്രവൃത്തി ശോധന ചെയ്തോണ്ട്. പ്രവൃത്തി ശോധന ചെയ്തോണ്ട്. എത്ര പേര് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? പ്രവൃത്തി ശോധന ചെയ്തോണ്ട്. ഒന്ന് മിണ്ടിക്കേ. ആമേൻ, 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 ആമേൻ. എല്ലാം നടന്നു കഴിയുമ്പോഴും സുവിശേഷത്തിൽ ഒരു ദാസനെ പറ്റി പറയുന്നു. ശരിക്കും ആ ദാസന്റെ ജോലി വയലിലെ ജോലിയാണ്. ഞാനിത് പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കാം. സുവിശേഷത്തിൽ ഒരു ദാസനെ പറ്റി പറയുന്നു. ശരിക്കും ആ ദാസന്റെ ജോലി വയലിലെ ജോലിയാണ്. അയാൾ വയലിലെ ജോലി മാത്രം ചെയ്താൽ മതി. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? വയലിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ യജമാനൻ പറഞ്ഞു, നീ പോയി എനിക്ക് അത്താഴം ഒരുക്കാം. അയാൾ വയൽ ജോലി ചെയ്ത് തിരിച്ചു പോകേണ്ടവനാ. അയാൾ വയൽ ജോലി ചെയ്ത് കഴിഞ്ഞ് യജമാനന് വേണ്ടി അത്താഴം ഒരുക്കാൻ പോയി. തൻ്റെ കൂടെ വയൽ ജോലി ചെയ്തവരെല്ലാം
മൃഗങ്ങളുമായിട്ട് കയറിപ്പോയി, മൃഗങ്ങളെ കുളിപ്പിച്ച് ജോലി തീർത്ത് പോയി. പക്ഷെ ഈ മനുഷ്യൻ വയലിലെ ജോലി കഴിഞ്ഞിട്ട് എന്തോ എന്നറിയാമോ, അത്താഴം ഒരുക്കാൻ പോവുകയാണ്. കാരണം വേറൊന്നുമല്ല, യജമാനൻ പറഞ്ഞു അത്താഴം ഒരുക്കാൻ. അപ്പം തൻ്റെ കൂടെ ജോലി ചെയ്തവരെല്ലാം വിശ്രമിക്കുകയാണ്, താൻ അത്താഴം ഒരുക്കുകയാണ്. അത്താഴം ഒരുക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, പകലന്തിയോളം വെയിൽ കൊണ്ട് പകലത്തെ ചൂട് മുഴുവൻ ജോലി ചെയ്ത എനിക്ക് ഇപ്പോഴെങ്കിലും വിശ്രമിക്കാൻ കഴിയുമെന്ന്. ഉടനെ യജമാനൻ പറഞ്ഞു, നീ അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക. യഹൂദൻ്റെ അത്താഴം ഒരുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സൂപ്പിൽ തുടങ്ങി സൂപ്പിലാണ് അവസാനിക്കുന്നത്. സോ ഒരു വലിയ മീലാത്. ഒരുപാട് സമയമെടുക്കും ഇത് ഉണ്ടാക്കി വരാൻ വേണ്ടി. ഉണ്ടാക്കാൻ പറഞ്ഞു. വയലിലെ പണി കഴിഞ്ഞ് ഈ മനുഷ്യനുണ്ടാക്കി. ഓക്കെ, അത് കഴിഞ്ഞ് പറഞ്ഞു, നീ അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക. സ്വാഭാവികമായിട്ട് ആരോടെങ്കിലും ഇങ്ങനെ പറയുന്നെങ്കിൽ ദേഷ്യം വരത്തില്ലേ? ഇത്രയും ചെയ്യുന്നുകൊണ്ട് ഇതും പോരാഞ്ഞിട്ട് ഇനി എന്നെ അതും കൂടെ ഏൽപ്പിക്കുവാണോ? അല്ലേ? ആർക്കും തോന്നല അത്. ഓൾറെഡി ഞാൻ ചെയ്യുന്നത് തന്നെ വലിയ ലോഡാണ്. കാരണം പകലത്തെ ചൂട് മുഴുവൻ സഹിച്ചാണ് ഞാൻ വയലിൽ ജോലി ചെയ്യുന്നത്. അതും പോരാഞ്ഞിട്ട് ഇനി ഞാൻ ആഹാരം ഒരുക്കി. ആ ആഹാരം ഒരുക്കുമ്പോൾ തന്നെയുള്ള മനോഭാവം എങ്ങനെയായിരിക്കും? മടുത്തു. എന്നിട്ടും ഈ മനുഷ്യൻ ഒരു കരുണയില്ലാത്ത മനുഷ്യൻ എന്നെക്കൊണ്ട് ആഹാരം പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പറയും, ദീർഘശ്വാസം വിടും, തീർന്നല്ലോ. ഉടനെ യജമാനൻ പറയുകയാണ്, അര കെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക. ആണ്ട കിടക്കുന്നു. ഈ പാവം കഴിച്ചിട്ടില്ല. ഈ പാവം പകലന്തിയോളം ജോലി ചെയ്തിട്ട് കഴിച്ചിട്ടില്ല. പകലത്തെ ചൂട് മുഴുവൻ സഹിച്ച് നിൽക്കുക. പൊട്ടുകയല്ലേ? നിങ്ങൾക്കും എനിക്കും ആണെങ്കിൽ വിങ്ങി പൊട്ടുകയല്ലേ? ഒരു വാക്കയിലും പറയല്ലേ? പറഞ്ഞില്ലേലും ആ പാത്രം വെക്കുമ്പോൾ അത് പ്രകടിപ്പിക്കുകയല്ലേ? പറ ഒന്ന് പറഞ്ഞേ. ചിലപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നും പറഞ്ഞില്ലേലും ആ പാത്രം കൊണ്ട് വെക്കുമ്പം നമുക്കത് തോന്നും. അത് നമ്മൾ എല്ലാത്തിനകത്ത് എക്സ്പ്രസ് ചെയ്യും. ഇപ്പം ബ്രദറെ എന്നാണ് നമ്മൾ വിളിക്കേണ്ടതെങ്കിൽ നമുക്ക് ദേഷ്യമാണെങ്കിൽ ബ്രദറേ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബ്രദറെ എന്ന് പറഞ്ഞാൽ പാത്രം കൊണ്ട് വെക്കുമ്പോഴെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യും. ഇല്ല, ഇനി പാത്രം കൊണ്ട് വെക്കുമ്പോഴെങ്കിലും എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും വിളമ്പുമ്പോഴെങ്കിലും ആ ദേഷ്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ആ താവി കൊണ്ട് ആ പാത്രത്തിൽ കൊണ്ട് കുത്തിയിട്ടെങ്കിലും നമ്മൾ പറയും, ഇത് എന്നാ ഇടപാടാ. വയലിലെ പണി കഴിഞ്ഞ് ഒന്ന് പറഞ്ഞ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, വീട്ടിലെ കാര്യമൊക്കെ പറയുന്നോണ്ടാന്ന് തോന്നുന്നു. ആരുടെയൊക്കെ അനുഭവമാണെന്ന് തോന്നി പറയുന്നല്ലേ? താങ്ക് യു. ഓക്കെ, വയലിലെ പണി കഴിഞ്ഞു, പാത്രം കഴുകി. ഹലോ, നിന്റെ അനുഭവമാണ് അല്ലല്ലോ? എല്ലാം കഴിഞ്ഞിട്ടും പറയുകയാണ്, അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക. അരകെട്ടി ശുശ്രൂഷയും കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് വെക്കുക. സഹിക്കുമോ? എന്നിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ആ ദാസൻ പറയുകയാണ്, ഞാൻ അപ്രയോജന ദാസൻ. ഇവിടെയാണ് എൻ്റെ ഹൃദയം തകർന്നത്. ഇത്രയും ചെയ്തിട്ടും ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ അപ്രയോജന ദാസൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത്രയും ചെയ്തിട്ടും താൻ പറയുകയാണ്, ഞാൻ അപ്രയോജന ദാസൻ. ഇത്രയും ചെയ്തിട്ടും താൻ പറയുകയാണ്, ഞാൻ അപ്രയോജന ദാസൻ. കാരണം വേറൊന്നുമല്ല, ഞാൻ ഇന്ന് അരകെട്ടി ഈ യജമാനെ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ എന്നെ ഈ യജമാനൻ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടാ ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഞാൻ ഈ യജമാനന്റെ വയലിൽ ജോലി ചെയ്യുന്നുവെങ്കിൽ എന്നെ ഈ യജമാനൻ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടാ ഞാനത് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ യജമാന ആഹാരം കൊടുക്കുന്നുവെങ്കിൽ ഞാൻ ഈ യജമാനനെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടാണ്. അടിമച്ചന്തയിൽ വിൽപ്പന ചരക്കായിട്ട് ഒരു കണ്ണിനും കരുണ തോന്നാതെ കിടന്നപ്പോൾ എൻ്റെ മേൽ കരുണയും കൃപയും തോന്നി എന്നെ വിലയ്ക്ക് വാങ്ങി യജമാനന്റെ വീട്ടിൽ എന്നെ ആക്കിയത് ഓർത്താൽ ഈ ആയുസ് മുഴുവൻ എന്തുകൊണ്ടെല്ലാം സേവിച്ചാലും മതി വരികയില്ല. ഇതാണ് യഥാർത്ഥ ക്രൈസ്തവ ധർമ്മം. എന്നിട്ട് ആ മനുഷ്യൻ അവസാനം പറയുകയാണ്, ഞാൻ അപ്രയോജനദാസൻ. ഒന്ന് ചേർന്ന് പറഞ്ഞു, ഞാൻ അപ്രയോജനദാസൻ. എല്ലാവരും ഒന്ന് പറഞ്ഞു, ഞാൻ അപ്രയോജനദാസൻ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും അപ്രയോജനദാസൻ എന്ന് പറയാൻ കഴിയുമോ? അവിടെയാണ് ദൈവത്തിന്റെ ചോയ്സ്, അവിടെയാണ് ദൈവത്തിന്റെ കൃപ. ഞാൻ പറഞ്ഞു മനസ്സിലായി? ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ഞാൻ അപ്രയോജനദാസൻ എന്ന് പറയാൻ പറ്റുന്നതാണ് ദൈവത്തിന്റെ കൃപ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു. എന്തൊക്കെ ചെയ്തു? വയലിലായിരുന്നു. ഞാൻ ആഹാരം ഉണ്ടാക്കി, പാത്രങ്ങളെല്ലാം കഴുകി, എല്ലാം ക്ലീൻ ചെയ്തു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് ഞാൻ ശുശ്രൂഷിച്ചു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും എന്നെ പറയുന്നത് എനിക്ക് ഒരു പ്രയോജനമില്ലാത്ത ദാസൻ എന്നാ. അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവല്ല, അത് കർത്താവിന്റെ കൃപയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കർത്താവ് നമ്മളിൽ വന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയാൻ പറ്റും. ഞാൻ അപ്രയോജന ദാസൻ എന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ, ഈ പ്രയോജനമുള്ള ദാസനാണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം.
ആമേൻ. എന്നിട്ടും ഞാൻ അപ്രയോജനദാസനാന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം താന്റെ പ്രവൃത്തി ശോധന ചെയ്തുകൊണ്ട് തന്റെ പ്രശംസ മറ്റൊരുവനെ കാണിക്കാതെ അടക്കി വെക്കുന്നുവെങ്കിൽ ഓർത്തോണം, അത് വേറെ ഒന്നിന്റെ. തന്റെ പ്രശംസ ഒത്തിരി കാണിക്കുന്നുവെങ്കിൽ ഓർത്തോണം, ഇവൻ ഇതുവരെ ഇവനെ ശോധന ചെയ്തിട്ടില്ല. ഇവൻ ഇതുവരെ ഇവനെ ശോധന ചെയ്തിട്ട് ഞാൻ എല്ലായിടത്തും ഞാനാ. കർത്താവിന്റെ പ്രവൃത്തി അറിയാത്തവരാണ് ആ തന്റെ പ്രശംസ മുഴുവൻ അടക്കി വെക്കാതെ പുറത്ത് കാണിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ശോധന ചെയ്തവൻ അത് പറ്റത്തില്ല. അതാണ് അവിടുത്തെ വലിയ മർമ്മം. ഈ ശോധന ചെയ്ത ആൾക്ക് അത് പറ്റുകയില്ല. ഞാൻ അപ്രയോജനദാസൻ. ഒന്ന് പറഞ്ഞേ, ഞാൻ അപ്രയോജനദാസൻ. ഹല്ലേലൂയ. ഇപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ? കടമപ്പെട്ടതേ ചെയ്തിട്ടുള്ളൂ. ഞാൻ കൂടുതലൊന്നും എന്ത് ചെയ്തിട്ടില്ല. കൂടുതൽ ചെയ്തിട്ടില്ലേ? പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ആ ഉപമ വീട്ടിൽ പോയിട്ടൊന്ന് വായിക്കണം. ഹല്ലേലൂയ. ഉഴുതദാസൻ, അരകെട്ടി ശുശ്രൂഷിച്ചദാസൻ ഏറ്റവും ഒടുവിൽ യജമാൻ ദാസനോട് പറയാണ്, നീയും എന്നോട് കൂടെ അത്താഴത്തിനിരിക്കുക. ഹല്ലേലൂയ. വയലിൽ ഉഴുതവരാരും ഈ മേശയിൽ യജമാനന്റെ കൂടെ ഇരുന്നിട്ടില്ല. ഭക്ഷണം ഒരുക്കിയവരാരും ഈ യജമാനന്റെ കൂടെ ഇരുന്നിട്ടില്ല. കേട്ടവർക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മേശയിൽ നിന്നും വീഴുന്നതേ കിട്ടിയിട്ടുള്ളൂ. ഇന്ന് വരെ ഈ യജമാനന്റെ കൂടെ ഇരിപ്പാൻ അവർക്ക് കൃപ ലഭിച്ചിട്ടില്ല. കൃപ ലഭിച്ചെങ്കിൽ നിങ്ങളുടെ ഒരു മനോഭാവത്തിലാണ് ലഭിച്ചത്. എല്ലാം ഉള്ളപ്പോഴും നിങ്ങൾ പറയണം, കർത്താവേ എനിക്ക് എന്തുണ്ടോ അത് ദൈവത്തിന്റെ ദാനമാണ്. ഒന്ന് പറഞ്ഞു, എനിക്ക് എന്തുണ്ടോ അത് ദൈവത്തിന്റെ ദാനം. നിങ്ങൾ ഒരുപാട് ഉള്ളപ്പോഴല്ല സമ്പന്നരാകുന്നത്. എല്ലാം ഉള്ളപ്പോഴും യേശുവാണ് എന്റെ സമ്പത്ത് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ സമ്പന്നരാകുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, നല്ല ജോലി ഭയങ്കര വരുമാനമുള്ളപ്പോൾ അല്ല നിങ്ങൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് തെളിയേണ്ടത്. എല്ലാ ഇല്ലായ്മയുടെ നടുവിലും എന്റെ കർത്താവ് എനിക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ മഹത്വം മുഴുവൻ കർത്താവിന്. കരമടിച്ചൊന്ന് സ്വീകരിച്ചോ പ്രിയരെ. അയ്യോ, ഇന്ന് ഈ ക്രിസ്തീയ ധാർമ്മികത ഇന്നിവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇത് കൃപയാ, ഇത് കൃപയാ. മടിക്കാതെ പറഞ്ഞു, ഇത് കൃപയാ, 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 അല്ലാതെ മറ്റൊന്നുമല്ല. ഒന്ന് കരമടിച്ചൊന്ന് സ്വീകരിച്ചേ, ഒന്ന് സ്വീകരിച്ചേ. ഈ താഴ്മയെ ഒന്ന് സ്വീകരിച്ചേ, ഈ വിനയത്തെ ഒന്ന് സ്വീകരിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പോരാ പോരാ പോരാ, ശക്തിയോടെ കർത്താവേ, ഇങ്ങനെയായി തീരാൻ എനിക്ക് കൃപ തന്നതിനായി സ്തോത്രം. ഇങ്ങനെയായി തീരാൻ എനിക്ക് കൃപ തന്നതിനായി സ്തോത്രം. ഇങ്ങനെയായി തീരാൻ എനിക്ക് കൃപ തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ഭാരം ചുമക്കുമ്പോൾ തന്നെ അതിൽ പ്രശംസിക്കാതിരിക്കുന്ന കൃപ. ആമേൻ. ഓ ഹല്ലേലൂയ. മറ്റുള്ളവന് ഗുണമായി തീരുമ്പോൾ തന്നെ അയ്യോ ഞാൻ അപ്രയോജനദാസനാണെന്ന് എന്നെ തന്നെ ഞാൻ ചിന്തിക്കുന്ന കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രശംസ തന്നെ ഒതുക്കി വെക്കാതെ ഹല്ലേലൂയ അത് കർത്താവിന് വിട്ടുകൊടുക്കുന്ന പ്രശംസ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാ ലോകം എനിക്കും, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാ ലോകം എനിക്കും, ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് കൃപയുടെ ഇറങ്ങി വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ജിനേഷ് ആദ്യമായിട്ടാണ് വരുന്നത്? മുമ്പ് വന്നിട്ടുണ്ട്. വിശ്വാസമൊന്നും ഇല്ലല്ലേ? ഇന്ന് സൗഖ്യമാക്കിയോ? ഞാൻ അവിടെ നിന്നപ്പം കാണുകയായിരുന്നു ജിനേഷിന്റെ ഈ ഒരു തോളിൽ ഇവിടെ ഇങ്ങനെ, ഇവിടെ കഴുത്തിന് പുറകിൽ ഇവിടെ ഈ ഒരു സ്പോട്ടിൽ മഴയുണ്ട്. ഇതെങ്ങനെ ഉണ്ടായത്? 10 വർഷമായി. 10 വർഷമായി. അയ്യോ, ഇത് വലുതാ. കാണാലോ. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നത് അപ്രത്യക്ഷമാകാം? എന്റെ യേശുവേ. കാരണം ഈ സഹോദരന് യേശുവിന്റെ സാക്ഷിയാകണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. യേശുവിന്റെ ദിവ്യകാരുണ്യം മകന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനിയുള്ള ദിവസങ്ങൾ സ്വർഗം ഭൂമിയിലാകുന്ന ദിവസങ്ങളാണ്. സ്വർഗം ഭൂമിയിലാകുന്ന ദിവസങ്ങളാണ്. ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് ദിവ്യ കാരുണ്യമേ സ്തുതി എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ദിനേശ നീ മോളെ അപ്രത്യക്ഷമാകാൻ പോവാ. നീ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പാ? ഉറപ്പാ? എന്നാ ഈ ഉടുപ്പിന്റെ 2-3 ബട്ടൺ അങ്ങോട്ട് പോരും. നാണം തോന്നുന്നുണ്ടോ? ഇല്ല. എങ്ങനെയാലും ഇതൊന്ന് മാറിയാ മതി.
ഉറപ്പാ? ഉറപ്പാ. എവിടുന്നാ വരുന്നേ? പഴന്തോട്ടം. പഴന്തോട്ടം. അവിടെ ഒത്തിരി പഴമുണ്ടോ? എവിടെ പഴന്തോട്ടം? പഴന്തോട്ടം നമ്മള് പള്ളിക്കരയ്ക്ക് പോണ വഴിക്ക്. അതെ, ആ എവിടെയും ആട്ടെ. ഇനി വരുമ്പോ പഴം കൊണ്ടുവരണേ എനിക്ക് കേട്ടോ. സൗഖ്യമാവുക, സൗഖ്യമാവുക. ഓ യേശുവേ, അവിടുത്തെ ദിവ്യകാരുണ്യം. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു, രണ്ട് കൈ ഉയർത്തിപ്പിടിച്ചു. യേശുവേ, ഇന്ന് ഇപ്പം ഈ കുഞ്ഞിന്റെ മേൽ അങ്ങയുടെ ദിവ്യകാരുണ്യം ഒന്ന് ഇറങ്ങി വരണം. ഈ മകൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. യേശുവേ, ദയവുണ്ടാകണമേ, ദയവുണ്ടാകണമേ. എനിക്ക് സൗഖ്യമാക്കാൻ പറ്റില്ല, അങ്ങേക്ക് സൗഖ്യമാക്കാൻ പറ്റും. എനിക്ക് സൗഖ്യമാക്കാൻ പറ്റില്ല. എൻ്റെ കൈകൾ ബലഹീനമാണ്, അങ്ങയുടെ കരങ്ങൾ ബലമുള്ളതാണ്. ഞാൻ ഇന്ന് വരെ ഒരാളെ പോലും സൗഖ്യമാക്കിയിട്ടില്ല. പക്ഷെ അങ്ങ് ലക്ഷക്കണക്കിന് ആൾക്കാരെ സൗഖ്യമാക്കുന്നു ദിവസവും. ഈ മകൻ വിശ്വസിക്കുന്നു. ഓ, കൃപയിറങ്ങുന്നു, കൃപയിറങ്ങുന്നു, കൃപയിറങ്ങുന്നു. പിടിച്ചോണം, പിടിച്ചോണം, പിടിച്ചോണം. കൃപയിറങ്ങുന്നു, കൃപയിറങ്ങുന്നു. സൗഖ്യമാവുക, സൗഖ്യമാവുക, സൗഖ്യമാവുക. എല്ലാരും ഇങ്ങോട്ടൊന്ന് കൈ നീട്ടിക്കോ. യേശുവേ, അഴിഞ്ഞു പോട്ടെ, വിട്ടുപോ. സൗഖ്യമാവട്ടെ, 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 സൗഖ്യമാവട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. കരങ്ങളെ അടിച്ചോണ്ടെന്ന് യേശുവിന് ആരാധന. ഹല്ലേലൂയ. ആദ്യം കൈ ഇങ്ങനെ ഉയർത്തണേ. ഇങ്ങനെ ഉയർത്തുമ്പോ ഇവിടെ ഒരു വലിയ ഉണ്ടായിരുന്നു അല്ലേ? അത് പോയോന്ന് ആദ്യം നോക്കുക, പിന്നെ രണ്ടാമത് മുഴ പോയോ നോക്കുക. തിരിച്ചേ പോയി, അത് പോയി, പോയി. ഇനി മുഴ നോക്കും. ഇല്ല, 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 ശരിക്കും നോക്ക, ശരിക്കും നോക്കണം. ആദ്യമായിട്ട് ഈ മീറ്റിംഗ് ആദ്യമായിട്ടാണ് വരുന്നത്, ആദ്യമായിട്ടാണ് വരുന്നത്. വാ, നോക്ക്, 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 നോക്ക്. അച്ഛൻ ആദ്യമായിട്ടാണോ വരുന്നത്? അച്ഛൻ ആദ്യമായിട്ടാണല്ലോ ഇവരെ കൊണ്ട് വരുന്നത്. ഒന്ന് നോക്ക്, ഒന്ന് നോക്ക്. പറയുന്നത് ശരിയാണോ നോക്ക്. എവിടെയായിരുന്നു? സ്പോട്ട് കാണിച്ചു കൊടുക്കുക. സന്തോഷത്തോടെ ഓടിക്കാൻ പോലെ യേശു അതിനെ സൗഖ്യമാക്കി. കരങ്ങളെ അടിച്ചോണ്ട് യേശുവിന് ആരാധന. ഇരുന്നോ, ഇരുന്നോ. ഞാൻ ഇച്ചിരി സമയം വചനം പറഞ്ഞിട്ട് കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.